എല്ലാ കൂട്ടർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് 450 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു നല്ല അടിപൊളി ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതെ, നമുക്ക് ഒരു 3 കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബോക്സാണ്. ഇത് മെഡിസിൻ കൊണ്ടുവന്ന തെർമോക്കോളിൻ്റെ ബോക്സാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ചൂടൊന്നും പുറത്തേക്ക് പോകില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇതില്ലാത്തവർ പേസ് ബോർഡും പെട്ടി വെച്ചിട്ട് അതിനകത്ത് തെർമോക്കോൾ പാക്ക് ചെയ്താലും മതി. അത് കൂടാണ്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. അതായത് ഹോൾഡർ, ബൾബ്, അതുപോലെ തന്നെ ചെറിയൊരു പ്ലഗ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടതാണ് 12 വാട്ട്സിൻ്റെ ഒരു അഡാപ്റ്റർ. ഇതിന് ഏകദേശം ഒരു 140 രൂപയോളം വില വരുന്നുണ്ട്. ഓൺലൈനിൽ ഇതിലും കൂടുതലാണ് വില. നമുക്ക് വേണ്ടത് ഒരു CPU ഫാനാണ്. ഇതും 12 വാട്ട്സിൻ്റെ തന്നെ ഫാനാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് 120 രൂപക്കാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാം. പക്ഷേ ഇതിന് കാശ് കൂടുതലാണ് അവിടെയൊക്കെ. അതിന് നല്ലത് ഏറ്റവും നല്ലത് ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെയിൻ സർക്യൂട്ടാണ്. അതായത് തെർമോസ്റ്റാറ്റ് മീറ്റർ. അതായത് 180 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ കാണുന്നതാണ് സെൻസർ. ഇത് ഫ്ലിപ്കാർട്ടിലും ഇതൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ തെർമോക്കോൾ ബോക്സ് മേൽ നമ്മൾ ഹോൾഡർ നമുക്ക് പിടിപ്പിക്കാം. അതെങ്ങനെ പിടിപ്പിക്കാം നമുക്ക് നോക്കാം. അതായത് ടൈറ്റ് കെട്ടാൻ വേണ്ടി ഞാൻ 2 ഹോൾ അപ്പുറം ഇട്ട് അതിനുശേഷം ഞാൻ നടുക്കൊരു ഹോൾ ഇട്ടിട്ട് വയറ് ഉള്ളിൽ കൂടി എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഹോളാണ് ഇപ്പോൾ ഇട്ടേക്കണത്. അതായത് നേരത്തെ കണ്ട ആ സർക്യൂട്ട് ഞാൻ ചെറുതാക്കിയായിരുന്നു. നമുക്ക് അത്രയും വയറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു വർഷം വയറെടുത്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ഹോളിലൂടെ നമ്മൾ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹോൾഡർ നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഇതൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമല്ല. സിമ്പിൾ സർക്യൂട്ടല്ലേ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കേബിൾ ടൈ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെ കെട്ടണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തോ വെച്ചാൽ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ കേബിൾ ടൈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഹോൾഡർ നമ്മൾ കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിടിപ്പിക്കാനുള്ളത് നമ്മുടെ CPUവിൻ്റെ ഫാനാണ്. അപ്പോൾ ഈ ഫാൻ പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ബൾബിൻ്റെ നേരെ സൈഡിൽ തന്നെ, അതായത് നേരെ ഓപ്പോസിറ്റ് കൊണ്ട് വെക്കരുത്, സൈഡിൽ തന്നെ. അതായത് ബൾബിൻ്റെ ചൂട് നമുക്ക് മൊത്തത്തിൽ കവറായി കിട്ടാനാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കറക്റ്റായിട്ട് തന്നെ, അതായത് അതുപോലെ തന്നെ ഈ ഫാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ഫാനിൻ്റെ അപ്പുറം അതായത് എയർ വലിക്കുന്നത് എവിടെ നിന്നാണോ എയർ തള്ളുന്നത് എവിടെയെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ഇത് വെക്കാൻ. അപ്പോൾ എയർ വലിക്കുന്നത് ബൾബിൻ്റെ സൈഡിലും തള്ളുന്നത് ഫ്രണ്ടിലാക്കി വെക്കുക. അത് ഞാൻ കേബിൾ ടൈ ഇട്ട് അതുപോലെ തന്നെ വയർ പുറത്തേക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരുമിച്ച് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ തെർമോസ്റ്റാറ്റ് മീറ്റർ നമുക്ക് പിടിപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ മോതിരമൊക്കെ മേടിക്കുന്ന ഒരു ചെപ്പ് ഞാൻ സോൾഡർ മെഷീൻ വെച്ചിട്ട് അതിൻ്റെ ഡിസ്പ്ലേ കാണത്തക്ക വിധത്തിൽ അതുപോലെ തന്നെ വയർ പുറത്തേക്ക് വന്നിട്ടൊക്കെ രീതിയിൽ ചെറിയ ഹോളൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് തന്നെ ചെയ്തതാണ്, ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടി. അതല്ലാന്നുണ്ടെങ്കിൽ സാധനം നമ്മുടെ തെർമോസ്റ്റാറ്റ് മീറ്റർ നമ്മുടെ തെർമോക്കോളിൽ തന്നെ എങ്ങനെയും നമ്മൾ പിടിപ്പിച്ചാലും മതി. അപ്പോൾ ഞാനൊരു ഭംഗിയും അതുപോലെ തന്നെ സേഫ്റ്റിക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 സൈഡിലും ഹോളൊക്കെ ഇട്ട് നമ്മുടെ കേബിൾ ടൈ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവില്ല. അതനുസരിച്ച് നമുക്ക് ഈ സാധനം നമുക്ക് ഫിക്സ് ചെയ്യാം. അതായത് ഇതിനകത്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഒരു രീതിക്ക് നമുക്ക് ചെയ്യാം. നമുക്ക് ബാക്കി ഇരിക്കുന്ന ടൈയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കി പണി നമുക്ക് നോക്കാം. അതുകൊണ്ട് മെയിൻ ഒരു കാര്യമുണ്ട്, നമ്മുടെ സെൻസർ നമുക്ക് എങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അതായത് നമ്മുടെ ബൾബിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഫാനിൻ്റെ സൈഡിലും വരുത്തരുത്, അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ ഫാനിൽ നിന്നുള്ള കാറ്റ് അതിനകത്തേക്ക് നേരിട്ട് ഏക്കരുത്. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് സെൻസർ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടത്തി കൊടുക്കാം. പരമാവധി എല്ലാവരും ഇതേപോലത്തെ തെർമോക്കോളിൻ്റെ ബോക്സ് കിട്ടുമെന്ന് നോക്കുക. അതാകുമ്പോഴത്തേക്ക് ചൂട് നമുക്ക് കൺട്രോളായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിൽക്കും. ഇപ്പോൾ കണ്ട, ഇപ്പോൾ നമ്മുടെ സെൻസർ നമ്മളകത്തേക്ക് വലിച്ച് കറക്റ്റായിട്ട് കണ്ട, ഇപ്പോൾ നമ്മുടെ ബൾബിൽ നിന്നുള്ള ചൂട് ഫാൻ വലിച്ചെടുത്ത് മൊത്തത്തിൽ റൊട്ടേഷൻ ചെയ്യും. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് അതിൻ്റെ സെൻസർ മേൽ കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് കട്ട് ഓഫ് ആവും. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ തെർമോസ്റ്റാറ്റ് മീറ്റർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ്. ഇനി നമുക്ക് കണക്ഷൻ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പിടിപ്പിച്ച നമ്മുടെ ബൾബിൻ്റെ ആ 2 വയറിൽ ഒരു വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഏതിലും ഒരു വയർ അതിൻ്റെ നടുക്ക് ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ വയർ നമ്മൾ നമ്മുടെ സെൻസർ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു വയർ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഇനി പിടിപ്പിക്കാനുള്ളത് K0 എന്നും അതുപോലെ തന്നെ K1 എന്നും പറഞ്ഞിട്ട് 2 ലെഗുകൾ അതിനകത്ത് കാണാം. ബൾബിൻ്റെ വയർ വരുന്നത് നമ്മൾ K0യിലേക്കും അതുപോലെ തന്നെ കറണ്ട് വരുന്നത്, അതായത് നമ്മുടെ പ്ലഗ് 2 പിന്നിൽ നിന്ന് തന്നെ കറണ്ട് വരുന്ന ഭാഗം K1ലും നമുക്ക് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അഴിക്കാന്നുള്ളത് ചെറിയ നേരിയ സ്ക്രൂ ഡ്രൈവറാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. കാരണം ഇതിൻ്റെ ചെറിയ സ്ക്രൂ ആണ്. അപ്പോൾ അത് നേരെ അഴിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിനകത്ത് എല്ലാം കറക്റ്റായിട്ട് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വയർ നമ്മൾ പിടിപ്പിക്കുന്നതാണ്. അതായത് കറണ്ടിൽ നിന്നുള്ള വയർ K1ലേക്കും ബൾബിലേക്കുള്ള വയർ K0യിലേക്കും. അതിനുശേഷം നമുക്കിനി പിടിപ്പിക്കാനുള്ളത് നമ്മുടെ ഇതിനകത്തേക്ക് ഒരു പവർ കൊണ്ടുവരണമല്ലോ. അതായത് 12 വാട്ട്സിൻ്റെ. അതിനകത്ത് 12 വാട്ട്സ് എന്നും പറഞ്ഞിട്ട് ഒരു ലെഗ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ലെഗ് ഉണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്കത് കണക്ട് ചെയ്യാം. ഇതിൽ കളർ കോഡുള്ള ഒരു വയർ ഇല്ലാത്തതുകൊണ്ടാണ് ഫാനിൻ്റെ വയർ ഗ്രീനും യെല്ലോ ആയിപ്പോയത്. ഇപ്പോൾ ഞാൻ ഇട്ടേക്കണത് യെല്ലോ റെഡിലും അതുപോലെ തന്നെ ഗ്രീൻ ബ്ലാക്കിലാണ് കൊടുക്കുന്നത്. അതായത് യെല്ലോ പോസിറ്റീവും ഗ്രീൻ നെഗറ്റീവുമാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മുടെ സോക്കറ്റ് മേൽ നമ്മുടെ കറക്റ്റായിട്ട് തന്നെ റെഡും ബ്ലാക്കാണ്. അപ്പോൾ അത് തന്നെ കറക്റ്റായിട്ട് നമ്മൾ നോക്കി കൊടുത്താൽ മാത്രം മതി. 12 വാട്ട്സിൽ റെഡ് വയറും ബ്ലാക്ക് വയർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ലെഗിനകത്തും. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സപ്ലൈ കണക്ട് ചെയ്യാം. നമുക്ക് അതായത് നമ്മുടെ അഡാപ്റ്റർ ഒക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ബൾബ്, ഫാൻ, അതുപോലെ തന്നെ നമ്മുടെ സെൻസർ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓണാക്കാം. ഓണാക്കാനായിട്ട് നമ്മളൊരു പ്ലഗ് ബോക്സിൽ നിന്ന് കറണ്ട് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം എനിക്കല്ലേ പ്ലഗ് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഹോൾഡർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാരണം 2 പിന്നിൻ്റെ ഒരു ഹോൾഡർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്ത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം, സ്വിച്ച് ബോക്സ്. അപ്പോൾ നമ്മുടെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 12 വാട്ട്സിൻ്റെ അഡാപ്റ്റർ, അതുപോലെ തന്നെ ബൾബിലിട്ട് പോകുന്ന പ്ലഗും. ഇത് രണ്ടും മാത്രം നമുക്ക് കുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് അഡാപ്റ്റർ എന്ന് പറയുന്ന പിന്നാണ്. ഇത് നമ്മൾ നേരെ സർക്യൂട്ടിലേക്ക് കുത്തി. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോഴത്തേക്ക് 31.2 എന്നുള്ളതാണ് കാണുന്നത്. അതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടെമ്പറേച്ചറാണ്. ഇപ്പോൾ ഈ ബൾബും ഇട്ടപ്പോഴും അല്ലാണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചറാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യണം. അതായത് നമ്മുടെ തെർമോസ്റ്റാറ്റ് മീറ്റർ നമ്മുടെ അതായത് ഒരു തള്ളക്കോഴി കൊടുക്കുന്ന ഒരു ചൂടുണ്ട്. ആ ചൂടും അതിൽ തന്നെ എത്ര ഡിഗ്രിയിൽ നമുക്ക് ഓഫാണോ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഹീറ്റ് എന്നും കൂളെന്നും പറഞ്ഞ് കാണാം. അത് ഹീറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും PO, അതുപോലെ തന്നെ P1 സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് 0.2 തന്നെ നമുക്ക് മതി. അതുപോലെ തന്നെ P2 ഞങ്ങൾക്ക് P2ലാണ് സെറ്റ് ചെയ്യാനുള്ളത്. P2 എന്ന് പറയുന്നത് നമ്മുടെ എത്ര ഡിഗ്രി ചൂട് നമ്മുടെ ഈ അതായത് നമ്മുടെ ഈ ബോക്സിനുള്ളിൽ കൊണ്ടുവരാം. അതായത് 39 ഡിഗ്രി വരെ നമുക്ക് മതി. അതുപോലെ തന്നെ P3 ഇത് നമുക്ക് 34 ഡിഗ്രി -34, അതായത് എത്ര ഡിഗ്രി ചൂട് വരുമ്പോഴാണ് നമ്മുടെ മെഷീൻ ഓഫ് ആവേണ്ടത്, അതാണ് 34 ഡിഗ്രി ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ P4 എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല, 0 തന്നെ മതി നമുക്ക്. അതുപോലെ തന്നെ P6 ഓഫ് എന്നുള്ളത്. ഇത്ര ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ പണി. ഇതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു തള്ളക്കോഴി കൊടുക്കുന്ന ഒരു ചൂട് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുണ്ട്. അതായത് 37.8 നമ്മളെ തള്ളക്കോഴികൾ, അതുപോലെ 37.7. അതായത് ആ സെലക്ഷൻ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസും മൈനസും ചെയ്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് 37.8 അല്ലെങ്കിൽ 37.7 നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ എല്ലാം നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഇത് എത്ര ഡിഗ്രിയിൽ നമുക്കിത് ഓഫ് ആവേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ ഇട്ടേക്കണം 39 ഡിഗ്രിയാണ്. അപ്പോൾ അതൊരു 38 അല്ലെങ്കിൽ 39 ആ റേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻക്യുബേറ്റർ ഓഫ് ആവും. ഇപ്പോൾ നമ്മുടെ 38.7 വന്നപ്പോഴത്തേക്കും ഓഫായി. ഇപ്പോൾ അതിൻ്റെ ഉള്ള ടെമ്പറേച്ചറാണ് ആ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് നേരെ 34 ഡിഗ്രിയാണ് നമ്മൾ മൈനസ് ഇട്ടേക്കണത്. അതായത് ഒരു 35 പോയിന്റ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബൾബ് ഓണാവും. നമ്മുടെ ഇൻക്യുബേറ്ററൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ
ഒരു പാത്രത്തിൽ വെള്ളം വെച്ചെടുക്കണം. കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ളതല്ല, അതായത് ഇതിനകത്ത് നമ്മുടെ ഒരു 37.7 ഡിഗ്രി ചൂട് നിൽക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈർപ്പം നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹ്യൂമിഡിറ്റി കുറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത്. അപ്പം നമുക്കിനി ഒരു കഷ്ണം പേപ്പറോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മുട്ട വെക്കാനുള്ള ഒരു തട്ടുണ്ടാക്കിയെടുക്കാം. നമുക്ക് പേപ്പർ വെക്കാം. നമ്മൾ പേപ്പർ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ മുട്ടകൾ ഓരോന്നായിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ വെക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യാനുണ്ട്. അതായത് പണ്ടുള്ളവർ പറയാറുണ്ട്, ഒരു കുരിശോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റൗണ്ടോ നമ്മൾ ഇടാറുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ പുറത്തല്ലാണ്ട് നമ്മുടെ മുട്ട നമ്മൾ കാലത്തും അതുപോലെ തന്നെ വൈകിട്ടും നമ്മൾ തിരിച്ചു വെച്ചെടുക്കണം. അതായത് ഇന്നൊരു ഉള്ളിൽ ഒരു അനക്കം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം മാർക്ക് ചെയ്യണത്. അപ്പോൾ കാലത്ത് ഇപ്പോൾ ഈ കുരിശാണ് പൊക്കത്തുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരെ തിരിച്ച് അപ്പുറത്തെ ഇതിൻ്റെ മറുഭാഗം നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ മുട്ടകൾ നമുക്ക് പിറക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ മുട്ട നമ്മുടെ 10ാമത്തെ മുട്ട നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പേപ്പർ ഇടണമെന്നില്ല, ഒന്നിലെത്തുണി അല്ലെന്നുണ്ടെങ്കിൽ അറക്കപ്പൊടി എന്തായാലും മതി. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് അറക്കപ്പൊടി ഇല്ലാത്ത കാരണം ഞാൻ പേപ്പർ വെച്ചിരുന്നു മാത്രം. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതായത് 18 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് ഓരോന്ന് ചിന്നൽ വീണും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഇതുപോലെ തന്നെ കാലത്തും വൈകിട്ടും നമ്മൾ മുട്ട നമുക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വഴിയെ കാണാം. നമ്മുടെ ഇൻക്യുബേറ്റർ നമ്മുടെ ഓണായിട്ടുണ്ട്. ഞാനപ്പോൾ അത് മൂടി വെക്കണം നമുക്കിനി. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നാടൻ കോഴിയുടെ മുട്ട മാത്രമല്ല കേട്ടോ. അതായത് നാടൻ കോഴി ഹൾക്കെന്ന് പറഞ്ഞ കോഴി ചവിട്ടി ഉണ്ടായ മുട്ടയാണ്. അതാണ് ആ വലിപ്പ വ്യത്യാസം. എന്നിട്ട് എത്രണ്ണം വിരിയുമെന്ന് നമുക്കിനെ കണ്ടറിയണം. മുട്ട കിട്ടാനുണ്ടായിരുന്നില്ല നാടൻ മുട്ട. അതായത് 2 or 3 അങ്ങോട്ടേ നാടൻ മുട്ട ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രണ്ണം വിരിയുമെന്ന് നമുക്കിനി കണ്ടറിയണം. ഇവിടെ നോക്കാം, നമുക്ക് വഴിയെ നോക്കാം നമുക്ക് എന്തായാലും. രണ്ടാമത്തെ ദിവസം നമ്മൾ ഒരു പാത്രവും കൂടി അഡീഷണൽ വെക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഏതോ മുട്ടയിൽ കുഞ്ഞാട്ടിൽ നിന്ന് ചെറിയ ഒച്ച കേൾക്കുന്നുണ്ട്. നമുക്ക് ഇതിന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇനി 21ാമത്തെ ദിവസം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 21ാമത്തെ ദിവസം നമ്മുടെ മെഷീൻ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം നോക്കാം. 3 പേരുണ്ട് ഇപ്പോൾ നിലവിൽ. കണ്ടാ, ഒരാൾ ഇത്തിരി ഉഷാറാണ്, ബാക്കിയുള്ളവരൊക്കെ വന്നേ ഉള്ളൂ. ഒരു ബ്ലാക്കും ഒരു യെല്ലോയും ചെറിയൊരു കാപ്പി കളറുണ്ട്.
3 പേരുണ്ട്. ബാക്കി മുട്ടയൊന്നും വിരിഞ്ഞിട്ടില്ല, എന്താണാവോ കാരണം. നോക്കാം, 2 ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും. നമ്മുടെ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത് മാറിയായിരുന്നു. നേരത്തെ ഞാൻ വെച്ചപ്പോഴത്തേക്കും ഒരു റൗണ്ട് മാത്രമായിരുന്നു. കാരണം ഒരു കോഴിക്കുഞ്ഞ് ചത്തുപോയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചാടി 4 പേരുണ്ടായിരുന്നു. അതൊരാൾ ചത്തുപോയി. അത് ചെറിയൊരു ഫോൾട്ട് നമുക്ക് പറ്റിയായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ അത് മാറ്റി വലിയൊരു ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. പിന്നെ മറ്റേനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. എന്തായാലും ഇനി ബാക്കി 2 ദിവസം കൂടെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവരെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനുണ്ട്. അതുപോലെ തന്നെ തല്ലുപിടിക്കണല്ലോ അവിടെ കിടന്ന്. ഇനി നമുക്ക് നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റാനുള്ളത് ബ്രൂഡർ എന്ന് പറഞ്ഞ സാധനത്തിലേക്കാണ്. ബ്രൂഡർ എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു സംഭവം എന്നല്ല. അതായത് നമ്മുടെ ചെറിയൊരു ബേസ് പെടുമ്പോഴത്തേക്കകത്ത് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതായത് അറക്കപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഫുഡ്, അതായത് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഫുഡ് 40 രൂപ ഉള്ളൂ കിലോയ്ക്ക്. ഇവിടെയൊക്കെ 40 രൂപ ഉള്ളൂ, എറണാകുളത്തൊക്കെ. അതും വെച്ച് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തള്ളക്കോഴി കൊടുക്കുന്ന അതേ ചൂടാണ് നമ്മൾ ഒരു ബൾബ് ഇട്ടിട്ട് നമ്മൾ അത് കൺട്രോൾ ചെയ്യണം. എന്തായാലും ബാക്കി മുട്ട ഇനി വിരിയോ നമുക്ക് എന്തായാലും നോക്കാം. എനിക്ക് തോന്നുന്നു ക്രോസ് ബ്രീഡ് ആയതുകൊണ്ടായിരിക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആൾക്ക് ചവിട്ടിയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് വിരിയാഞ്ഞത്. എന്തായാലും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.